ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സൈജു കുറുപ്പ് നായകനായി എത്തിയ ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഈ സിനിമയിലെ നായകനായ ശശിയുടെ അച്ഛൻ ഭരതൻ നായരുടെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കാനായി ശശിയും കുടുംബവും വന്നിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. ശശിയുടെ അമ്മയുടെ പേര് സരസ്വതി എന്നാണ്. കൂടാതെ ശശിക്ക് ഒരു ചേച്ചിയും ഒരു പെങ്ങളും ഒരു അനിയനും കൂടിയുണ്ട്. അതിൽ ചേച്ചിയുടെ പേര് ശാന്തി എന്നാണ്. ചേച്ചിയുടെ കല്യാണവും കഴിഞ്ഞതാണ്. ചേച്ചിയുടെ ഭർത്താവിന്റെ പേര് അശോകൻ. ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. ചേച്ചിയും ഭർത്താവും പിള്ളേരും ശശിയുടെ കൂടെ തറവാട്ടിൽ തന്നെയാണ് താമസിക്കുന്നതും. പെങ്ങളുടെ പേര് ലത. ഈ ലതയുടെയും കല്യാണം കഴിഞ്ഞതാണ്. ലതയുടെ ഭർത്താവിന്റെ പേര് ഗോപൻ. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായെങ്കിലും ഇവർക്ക് ഇതുവരെ കുട്ടികളൊന്നും ആയിരുന്നില്ല. ഇവരും ഇപ്പോൾ തറവാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെയുള്ളത് ഒരു അനിയനാണ്. അവന്റെ പേര് അരുൺ. ശശിയുടെ അച്ഛനായ ഭരതൻ നായർക്ക് ഇവരെ കൂടാതെ മറ്റൊരു കുടുംബം കൂടി ഉണ്ടായിരുന്നു. അവരുടെ പേര് രുക്മിണി എന്നാണ്. അവർക്ക് ഒരു മകനുമുണ്ട്. അവന്റെ പേര് അജയ്. ഇതിലെ ട്വിസ്റ്റ് എന്തെന്നാൽ ശശിയുടെ ശരിക്കുള്ള അനിയനായ അരുണും ഈ അജയെയും കാണാൻ ഒരുപോലെ തന്നെയാണ്. രണ്ടുപേരെയും കണ്ടാൽ ഇരട്ട പെറ്റതാണെന്നേ പറയൂ. ഭരതൻ നായരുടെ അവസാന നാളുകളിലാണ് തനിക്ക് മറ്റൊരു കുടുംബമുണ്ടെന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നത്. അതെല്ലാം അറിഞ്ഞപ്പോൾ ആദ്യം എല്ലാവർക്കും ദേഷ്യമായിരുന്നെങ്കിലും ഇപ്പോൾ പതിയെ അതെല്ലാം മാറാൻ തുടങ്ങിയിരുന്നു. അതിനാൽ തന്നെ അവരെല്ലാവരും ഒരുമിച്ചാണ് ആ ബലിയിടൽ കർമ്മത്തിൽ പങ്കെടുക്കാനായി വന്നിരിക്കുന്നതും. അങ്ങനെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം അവരെല്ലാവരും തിരികെ പോവുകയാണ്. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഭരതൻ നായർ ശശിയോട് നമ്മളല്ലാതെ അവർക്ക് വേറെ ആരുമില്ലടാ, പാവങ്ങളാണ് രണ്ടുപേരും, അവരെയും നോക്കിക്കോണേ എന്ന് പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ അവരെല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭരതൻ നായരുടെ രണ്ടാമത്തെ ഭാര്യ രുക്മിണിയമ്മയുടെ നാടായ ശ്രീകണ്ഠപുരത്തേക്കായിരുന്നു. അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന രുക്മിണിയമ്മയ്ക്കും മകൻ അജയ്ക്കും അവരെല്ലാവരും ചേർന്ന് ഒരു വീട് വാങ്ങിച്ചിരുന്നു. അങ്ങനെ അവരെല്ലാവരും ആ വീട്ടിലെത്തി. അതേസമയം സീൻ കട്ടായി ശ്രീകണ്ഠപുരത്തെ പ്രസിദ്ധമായ ആര്യൻകാവ് ക്ഷേത്രത്തിലെ പ്രസിഡന്റായ ഗോവിന്ദനെ കാണിക്കുന്നു. ഗോവിന്ദൻ ഇപ്പോൾ മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഒരു ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ആശുപത്രിയിലാണെങ്കിൽ കമ്മിറ്റി അംഗത്തിൽ ഒരാളായ സത്യൻ കരൾ മാറ്റിവെച്ച് കിടപ്പുണ്ടായിരുന്നു. ഗോവിന്ദൻ വന്നത് അവിടേക്ക് തന്നെയാണെങ്കിലും കരൾ മാറ്റിവെച്ച ആളെ കാണുന്നതിനായി വന്നതായിരുന്നില്ല ഗോവിന്ദൻ. സത്യനെ കൂടാതെ വേറെ 2 കമ്മിറ്റി അംഗങ്ങൾ കൂടി ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ എന്തായാലും നല്ല വെപ്രാളത്തിലാണ് അവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം അവരുടെ എന്തോ ഒരു വലിയ കള്ളത്തരം മോഹൻദാസ് എന്ന ഒരാൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് പുറത്തു പറയാതിരിക്കുന്നതിന് പാരിതോഷികമായി 1.5 കോടി രൂപയാണ് മോഹൻദാസ് ചോദിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അവരോട് പറയുന്നതിനാണ് ഗോവിന്ദൻ ഇപ്പോൾ വെടികൊണ്ടതുപോലെ അവിടേക്ക് വന്നിരിക്കുന്നത്. അത് കേട്ട അവർ മോഹൻദാസിനോട് 1.5 കോടിയിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറയുകയാണ്. അതിന് ഗോവിന്ദൻ എന്തായാലും നിങ്ങൾ 3 പേരും ആൾക്ക് 25 ലക്ഷം രൂപ വെച്ച് റെഡിയാക്കി വെക്ക്, ഞാൻ വേറെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അതേസമയം സീൻ കട്ടായി ശശിയും ശശിയുടെ കുടുംബക്കാരെല്ലാവരും ആ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതായി കാണിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായി കുട്ടികൾ ഉണ്ടാകാതിരുന്ന ശശിയുടെ പെങ്ങൾ ലതയും ലതയുടെ ഭർത്താവ് ഗോപനും കാണുന്ന എല്ലാ അമ്പലങ്ങളിലും വഴിപാടുകളും നേർച്ചകളും നടത്താറുണ്ടായിരുന്നു. ഈ അമ്പലത്തിലും അവർ വഴിപാടുകളും നേർച്ചകളും എല്ലാം നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ലത തന്റെ ഭർത്താവ് ഗോപനെ ആ അമ്പലത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്യിക്കുകയും തലയിൽ തേങ്ങ ഉടയ്ക്കുകയും എല്ലാം ചെയ്തു. എന്തൊക്കെയാണെങ്കിലും പാവം ഗോപൻ അതെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ അമ്പലത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്ത ഗോപന്റെ ദേഹത്താണെങ്കിൽ ധാരാളം മുള്ളുകൾ വരെ കുത്തിക്കയറുകയും ചെയ്തിരുന്നു. എങ്കിലും കുഞ്ഞിനു വേണ്ടിയുള്ള ആഗ്രഹത്താൽ അവരതെല്ലാം സഹിച്ച് വഴിപാടുകളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവരും ശശിയുടെ അമ്മ സരസ്വതിയെ ഒരു പ്രത്യേകതരം നോട്ടം നോക്കുന്നുമുണ്ട്. എന്തിനേറെ ആ അമ്പലത്തിലെ പൂജാരി വരെ സരസ്വതി ഒരു പ്രത്യേക നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം സീൻ കട്ടായി ഗോവിന്ദനെ കാണിക്കുകയാണ്. ഗോവിന്ദൻ ഇപ്പോൾ തന്റെ അനന്തരവനായ സുഭാഷിനെ കാണാൻ വന്നിരിക്കുകയാണ്. സുഭാഷ് ആണെങ്കിൽ തന്റെ 3-4 കൂട്ടുകാരന്മാരുമായി ചേർന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നുണ്ടായിരുന്നു. എന്നാൽ ആരുടെയും കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ തന്നെ കുറെ കാലമായി ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഗോവിന്ദൻ ഇപ്പോൾ സുഭാഷിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതും. ഗോവിന്ദൻ സുഭാഷിനോട് നിന്റെ കൂടെയുള്ള പാർട്ട്ണർമാരെല്ലാം പിരിച്ചുവിടാനും ഈ കോംപ്ലക്സ് നീ ഒറ്റയ്ക്ക് ചെയ്യാനും അതിനുള്ള പണം ഞാൻ തരാമെന്നും നിന്റെ കയ്യിൽ പൈസ എപ്പോഴാകുന്നോ അപ്പോൾ തിരികെ തന്നാൽ മതിയെന്നും പറയുന്നു. ചെറിയൊരു കടമുറിയും പണിത് സെറ്റിലാകാനിരുന്ന സുഭാഷിനെ കൊണ്ട് അവിടെയുള്ള സ്ഥലവും മേടിപ്പിച്ച് അവിടെ സൂപ്പർ മാർക്കറ്റ് പണിയാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തത് ഈ ഗോവിന്ദൻ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേയധികം ബിസിനസ്സുകൾ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നയാളാണ് ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷ്. ഇതിനു മുമ്പ് ചെയ്തത് ഒരു ഫേസ് ക്രീമിന്റെ ബിസിനസ് ആയിരുന്നു. അതാണെങ്കിൽ അമ്പേ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല ആ
ക്രീം യൂസ് ചെയ്ത കുറെ പേർക്കാണെങ്കിൽ മുഖം മുഴുവനും പാടുകളും വന്നിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദനെ കാണാനായി ഇറച്ചിവെട്ടുകാരൻ ഈപ്പൻ വരുന്നത്. ഈ ഈപ്പന്റെ മകൾക്ക് UK-യിൽ ജോലിക്ക് പോകാനായി ഒരു ഏജൻസിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഗോവിന്ദനായിരുന്നു. ഈപ്പൻ ഇപ്പോൾ ഗോവിന്ദനെ കാണാൻ വന്നത് ഒരാഴ്ചക്ക് മുമ്പ് UK-ക്ക് പോയ ഈപ്പന്റെ മകളാണെങ്കിൽ ഇതുവരെ അവരെ ആരെയും ഫോൺ ചെയ്തിരുന്നില്ല. അതിന്റെ ടെൻഷനിലാണ് ഈപ്പൻ ഗോവിന്ദനെ കാണാൻ വന്നിരിക്കുന്നത്. അതിന് ഗോവിന്ദൻ, ഞാൻ ഏജൻസിയെ പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ, നിങ്ങൾക്കിനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഏജൻസിയിൽ തന്നെ പോയി തിരക്കണം, അതല്ലെങ്കിൽ പോലീസിൽ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞ് ഈപ്പനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ ഗോവിന്ദൻ അവിടെ നിന്നും നേരെ പോയത് രുക്മിണിയമ്മയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ശശിയും ശശിയുടെ ഫാമിലിയും എല്ലാം ഉണ്ടായിരുന്നു. രുക്മിണിയമ്മ ശശിയെയും ശശിയുടെ ഫാമിലിയെയും എല്ലാം ഭരതന്റെ ബന്ധുക്കളാണെന്നും പറഞ്ഞാണ് ഗോവിന്ദന് പരിചയപ്പെടുത്തിയതും. ശശിയുടെ അമ്മയായ സരസ്വതിയെ കണ്ട ഗോവിന്ദൻ സരസ്വതിയെ അമ്പലത്തിൽ വെച്ച് എല്ലാവരും നോക്കി ആ പ്രത്യേകതരം നോട്ടം നോക്കുന്നുമുണ്ട്. ഗോവിന്ദൻ ഇപ്പോൾ രുക്മിണിയമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് പറയുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് ശശിയുടെ അച്ഛൻ ഭരതൻ നായർ ഈ രുക്മിണിയെ കല്യാണം കഴിച്ച ആ സമയത്ത് കുറച്ചുനാൾ ഈ ശ്രീകണ്ഠപുരത്ത് താമസിച്ചിരുന്നു. അന്ന് ആര്യങ്കാവ് ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗത്തിൽ ഒരാളായിരുന്നു ഭരതൻ. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്നല്ലേ, അതായത് ഈ ആര്യങ്കാവ് ക്ഷേത്രം തുടങ്ങിയത് തന്നെ ഭരതനും ഗോവിന്ദനും പിന്നെ നേരത്തെ കണ്ട കമ്മിറ്റി അംഗങ്ങളായ 3 പേരും ചേർന്നായിരുന്നു. അതായത് അവരുടെ കാലത്ത് കൈക്കൂലി വാങ്ങാനായി ആരും പിടിക്കാതിരിക്കാൻ ഒരു കല്ലും വെച്ച് അതിനു മുമ്പിൽ ഒരു വലിയ ഭണ്ഡാരവും വെച്ചു. തങ്ങൾക്ക് കൈക്കൂലി തരാൻ വരുന്നവരോട് ആ ഭണ്ഡാരത്തിൽ കൊണ്ടുചെന്നിട്ടേക്കാൻ പറയുകയായിരുന്നു അവരെല്ലാവരും ചെയ്തിരുന്നത്. തങ്ങളുടെ കൈക്കൂലി പരിപാടിക്ക് വേണ്ടി തുടങ്ങിയ ക്ഷേത്രമായിരുന്നു അതെങ്കിലും അവിടേക്ക് ആളുകൾ വരാനും പ്രാർത്ഥിക്കാനും എല്ലാം തുടങ്ങി. മാത്രവുമല്ല അതിന്റെ വകയായും പൈസകൾ വരാൻ തുടങ്ങി. ഇതിൽ നിന്നും നല്ല വരുമാനം വരാൻ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൈക്കൂലി പരിപാടി ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഈ അമ്പലം ഒന്ന് പുതുക്കി പണിയുകയും ചെയ്തു. ഇത്ര നാളും യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരാൾക്ക് സൂചന കിട്ടി. അത് പുറത്തു പറയാതിരിക്കാനായി അയാൾ 2 കോടി രൂപയാണ് ചോദിക്കുന്നത്. അവർ പറയുന്ന പൈസ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞങ്ങൾ എല്ലാവരും ജയിലിൽ പോകേണ്ടി വരും. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ 2 വഴിയുണ്ട്. ഒന്ന്, അയാൾ പറഞ്ഞ പൈസ റെഡിയാക്കി കൊടുക്കണം. അതല്ല എങ്കിൽ ഭരതേട്ടൻ ഇപ്പോൾ ജീവനോടെ ഇല്ലല്ലോ, ഈ കേസ് മുഴുവനും ഭരതേട്ടന്റെ തലയിലേക്ക് ആക്കി തീർക്കണം. അതായത് ഞങ്ങളും എല്ലാ കാര്യത്തിനും ഭരതേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ സമ്മതിക്കാം. പക്ഷെ ഇതെല്ലാം തുടങ്ങിയതും അനുഭവിച്ചതും ഭരതേട്ടനാണെന്നും ഞങ്ങൾ എല്ലാവരും ഒന്നും അറിയാതെ ഇതിൽ പെട്ടുപോയതാണെന്നും വരുത്തി തീർക്കണം. അതെല്ലാം കേട്ട ശശി, അങ്ങനത്തെ ഇടപാടിനൊന്നും പുള്ളിയുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ രുക്മിണി അമ്മയ്ക്കും മകനും ഇനിയും ഈ നാട്ടിൽ താമസിക്കേണ്ടതാണ്. പുള്ളി ജീവനോടെ ഇല്ലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ നാണക്കേടെല്ലാം ഇനി ഇവരുടെ പേരിലേക്കാകും. ഒരു ഫ്രോഡിന്റെ ഭാര്യയും മകനും എന്ന പേരിലായിരിക്കും പിന്നീട് നാട്ടുകാർ ഇവരെ കാണുക. അതിന് ഗോവിന്ദൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചുമ്മാ പറഞ്ഞതല്ല. ഞങ്ങളുടെ കൂടെ ചേർന്ന് ഭരതൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എന്റെ കയ്യിൽ തെളിവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ മാസ്റ്റർ ബ്രെയിനും ഈ അമ്പലത്തിനു വേണ്ടിയുള്ള ഐതിഹ്യം ഉണ്ടാക്കിയതുമെല്ലാം ഭരതൻ തന്നെയാണ്. പണ്ട് കാലത്ത് ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്ന വഴി 3 കൂടിയ ഈ ആര്യങ്കാവ് കവലയിൽ ലെഫ്റ്റോ റൈറ്റോ എന്ന് കൺഫ്യൂഷൻ അടിച്ചു നിന്നപ്പോൾ അവിടെ വഴിയരികിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ദരിദ്ര സ്ത്രീയായ മോഹിനീശ്വരി ശ്രീരാമന് വഴി പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം കുടിക്കാനായി സംഭാരവും കഴിക്കാനായി ഭക്ഷണം നൽകുകയും ചെയ്തു. മോഹിനീശ്വരിയുടെ നല്ല മനസ്സിൽ സംതൃപ്തനായ ശ്രീരാമൻ വരമായി മോഹിനീശ്വരിക്ക് ഒരു പാർപ്പിടം നൽകുകയും ചെയ്തു. വഴിതെറ്റിപ്പോകുമായിരുന്ന ശ്രീരാമന് വഴികാട്ടിയായ മോഹിനീശ്വരി പിന്നീട് 100,000 പേർക്ക് വഴി കാട്ടുന്ന മോഹിനീശ്വരി ദേവിയായി. ശ്രീരാമൻ വരമായി കൊടുത്ത മോഹിനീശ്വരിയുടെ പാർപ്പിടം പിന്നീട് അമ്പലമായി മാറുകയും ചെയ്തു. ഈ ഐതിഹ്യം പറഞ്ഞാണ് ഭരതൻ നാട്ടുകാരെ എല്ലാം പറ്റിച്ചതും. ഇതെല്ലാം ഞാൻ ചുമ്മാ പറയുന്നതെല്ലാം. ഇതിനെല്ലാം എന്റെ കയ്യിൽ തെളിവുമുണ്ട്. ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാം, അതല്ലെങ്കിൽ അയാൾ പറഞ്ഞ പണം ഉടൻ തന്നെ റെഡിയാക്കണം. ഏത് വേണമെന്ന് നിങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് അറിയിച്ചാൽ മതി എന്നും പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കേട്ട് ഏറ്റവും കൂടുതൽ ഷോക്കായത് വേറെ ആരും ആയിരുന്നില്ല, ശശിയുടെ അളിയൻ ഗോപനായിരുന്നു. തന്റെ അമ്മായപ്പനും കൂട്ടുകാരും ചേർന്നുണ്ടാക്കിയ അമ്പലത്തിന് ചുറ്റുമാണ് കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ ശയനപ്രദക്ഷിണം നടത്തുകയും തലയിൽ തേങ്ങ ഉടയ്ക്കുകയും ചെയ്തതുമെല്ലാം. ഗോവിന്ദൻ പോയി കഴിഞ്ഞപ്പോൾ ശശിയുടെ ചേച്ചി ശാന്തി ആ ഗോവിന്ദൻ ആളൊരു ഫ്രോഡാണെന്ന് തോന്നുന്നു, അതിനാൽ അയാൾ പറഞ്ഞ കാര്യം ഓർത്താരും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അത് കേട്ട ശാന്തിയുടെ ഭർത്താവ് അശോകനും, അതെ, ആ ഗോവിന്ദൻ എന്തെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടി നമുക്ക് നേരെ എറിഞ്ഞതായിരിക്കും, അങ്ങനെ ഒരാൾ ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നു. എന്നാൽ ഇതിനെയെല്ലാം ചെക്ക് വെക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. ഭരതൻ നായരുടെ അമ്മയുടെ പേര് മോഹിനീശ്വരി എന്നായിരുന്നു. അതുപോലെ തന്നെ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ദേവിയുടെ പേരും മോഹിനീശ്വരി എന്നായിരുന്നു. അതിനാൽ ശശി അടുത്ത ദിവസം അജയെയും കൂട്ടിയും എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയുന്നതിനായി ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എന്തായാലും അവർ ചെന്ന സമയം കറക്റ്റ് ആയിരുന്നു. കാരണം അതേ സമയം ക്ഷേത്രത്തിൽ ഗോവിന്ദനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈപ്പൻ ഗോവിന്ദനെ കാണാനായി വരുന്നത്. ഈപ്പൻ ഗോവിന്ദനോട്, പാവങ്ങളെ എന്തിനാണോ ഇങ്ങനെ പറ്റിക്കുന്നത്, ഏജൻസിക്ക് കൊടുക്കാനാണ് എന്നും പറഞ്ഞ് താൻ എന്റെ കയ്യിൽ നിന്നും മേടിച്ച കാശിന്റെ പകുതി പോലും
പോലും അവർക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ആ ഏജൻസിയിൽ പോയിരുന്നു, അവർക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈപ്പൻ നല്ല കലിപ്പിലാണ് അവിടേക്ക് വന്നത്. ഈപ്പൻ കലിപ്പിലായിരുന്നതിനാൽ തന്നെ നല്ല ശബ്ദത്തിലാണ് ഇതെല്ലാം പറഞ്ഞത്. അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ വന്നവരെല്ലാം അത് കേൾക്കുന്നുമുണ്ടായിരുന്നു. ഒപ്പം ശശിയും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് കലിപ്പായ ഗോവിന്ദൻ ഈപ്പനോട് കയറ്റുവിട്ട എനിക്ക് മാത്രമല്ല, പറഞ്ഞയച്ച നിനക്കുമുണ്ട് ഉത്തരവാദിത്വം. ചിലപ്പോ നിന്റെ മോൾക്ക് അവിടെ വല്ല കണക്ഷനും കാണും. പ്ലാൻ ചെയ്ത് സ്കൂട്ടായതായിരിക്കും അവർ രണ്ടുപേരും. എന്തായാലും നിന്നെ കൊണ്ടൊന്നും അവിടെ പോയി കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. എന്റെ അടുത്ത് വന്ന് ചുമ്മാ ചലച്ചിട്ട് കാര്യമില്ല. നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആ സമയം ശശി അമ്പലത്തിൽ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. നോക്കുമ്പോഴതാ ശശിയുടെയും ശശിയുടെ അമ്മ സരസ്വതിയുടെയും ചേച്ചി ശാന്തിയുടെയും പെങ്ങളു ലതയുടെയും എല്ലാം പേരുകൾ അവിടെ കൊത്തിവെച്ചിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയ മറ്റൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മോഹിനീശ്വരിയുടെ രൂപം എന്നത് ശശിയുടെ അമ്മ സരസ്വതിയുടേതായിരുന്നു. മോഹിനീശ്വരി എന്ന പേര് ഭരതന്റെ അമ്മയുടേതായിരുന്നെങ്കിലും മോഹിനീശ്വരിയുടെ രൂപം എന്നത് ഭരതന്റെ ഭാര്യയായ സരസ്വതിയുടേതായിരുന്നു. അതിനാലാണ് സരസ്വതിയെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ ക്ഷേത്രത്തിൽ വന്നവരെല്ലാം ഒരു പ്രത്യേകതരം നോട്ടം നോക്കിയതും അമ്പലത്തിലെ പൂജാരിയും ഗോവിന്ദനും എല്ലാം സരസ്വതിയെ നോക്കിയതും അതേ നോട്ടം തന്നെയായിരുന്നു. എന്തായാലും ശശിക്കും കുടുംബത്തിനും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഗോവിന്ദൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് എന്നുള്ളത്. ഇപ്പോഴാണ് രുക്മിണി അമ്മ ഒരു കാര്യം പറയുന്നത്. പണ്ട് ഇതുപോലെ ക്ഷേത്രത്തിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അച്ഛൻ ഒരു 30 ലക്ഷം രൂപ എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ച് അവരുടെ കയ്യിൽ കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീടെല്ലാം വിറ്റ് വാടക വീട്ടിലേക്ക് വന്നതും. അതേസമയം സീൻ കട്ടായി ഗോവിന്ദനെ കാണിക്കുകയാണ്. ഗോവിന്ദൻ സിംബ എന്ന പേരിലുള്ള ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. ആ പട്ടിക്കുഞ്ഞിന് കൊടുക്കുന്ന വില പോലും ഗോവിന്ദൻ തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ പട്ടിക്കുഞ്ഞിന് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് മേടിക്കാൻ മറന്നുപോയി എന്ന കാരണത്താൽ ഇന്ന് നീയും ഫുഡൊന്നും കഴിക്കേണ്ട എന്ന് ഭാര്യയോട് പറഞ്ഞ് വീടിന്റെ കിച്ചൺ വരെ ഗോവിന്ദൻ പൂട്ടിയിടുകയും ചെയ്തു. ഗോവിന്ദൻ ഇപ്പോൾ എല്ലാ ദിവസവും പോകാറുള്ള ജോഗിങ്ങിന് പോവുകയാണ്. ജോഗിങ്ങിന് പോയ ഗോവിന്ദനെയും കാത്ത് വഴിയരികിൽ മരുമകൻ സുഭാഷ് നിൽപ്പുണ്ടായിരുന്നു. സുഭാഷ് ഗോവിന്ദനോട് മാമൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. മാമൻ പറഞ്ഞതുപോലെ ഞാൻ ആ കോംപ്ലക്സ് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിനാൽ കൂട്ടുകാരെയെല്ലാം ഞാൻ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മാമൻ ഓക്കെ പറഞ്ഞാൽ നമുക്ക് പണി ആരംഭിക്കാം. അതിനു ഗോവിന്ദൻ നീ കുറച്ചു കഴിഞ്ഞ് ഞാനുള്ളപ്പോൾ വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. അതേസമയം അവർ നടന്ന് രുക്മിണിയമ്മയുടെ വീടിനടുത്ത് എത്തിയിരുന്നു. ഗോവിന്ദൻ സുഭാഷിനോട് നീ നടന്നോ, എനിക്ക് ഈ വീട്ടിലൊന്ന് കയറേണ്ട അത്യാവശ്യമുണ്ട് എന്ന് പറയുന്നു. സുഭാഷും രുക്മിണിയമ്മയും എല്ലാം അയൽവാസികളായിരുന്നു. അതിനാൽ സുഭാഷ് ഗോവിന്ദനോട് എങ്കിൽ ഞാനും കൂടി വരാം. അവരെയെല്ലാം ഇടയ്ക്കൊന്ന് കണ്ടെന്നല്ലാതെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അതിനു ഗോവിന്ദൻ നീ ഇപ്പോൾ പരിചയപ്പെടേണ്ട എന്നും പറഞ്ഞ് സുഭാഷിനെ പറഞ്ഞ് അയച്ചതിനു ശേഷം നേരെ രുക്മിണിയമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഗോവിന്ദൻ അവിടേക്ക് വന്ന് അവരോട് ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ആലോചിച്ചോ, പൈസ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ സമയം വീട്ടിൽ ശശി ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവർ ഗോവിന്ദനോട് ശശി ഇപ്പോൾ വീട്ടിലില്ല, നിങ്ങൾ പോയിട്ട് പിന്നീട് വരാൻ പറയുകയാണ്. എന്നാൽ പൈസ കിട്ടാതെ അവിടെ നിന്നും പോകാൻ ഗോവിന്ദൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവരും ഗോവിന്ദനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അലമ്പാകാൻ തുടങ്ങി. അപ്പോഴാണ് ഗോവിന്ദന് ഒരു ബോണസ് പോയിന്റ് വീണ് കിട്ടുന്നത്. ഭരതന്റെ ബന്ധുക്കളാണ് എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്ന സരസ്വതി ഭരതന്റെ ആദ്യത്തെ ഭാര്യയാണെന്നും ശശിയും ശാന്തിയും ലതയും അരുണുമെല്ലാം അവരുടെ പിള്ളേരാണെന്നുള്ള കാര്യവും ശശി അറിയുന്നു. അതായത് ആ വഴക്കിനിടയ്ക്ക് മുകളിലെ നിലയിലിരുന്ന അരുണിനെ ഗോവിന്ദൻ കാണുകയും അജയെ പോലെ തന്നെയുള്ള അരുണിനെ കണ്ട ഗോവിന്ദന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്തു. അതിനാൽ ഗോവിന്ദൻ അവരോട് ഇനി നിങ്ങൾ എനിക്ക് പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഭരതൻ നായരുടെ കഥകളെല്ലാം നാട്ടിൽ പറഞ്ഞാൽ ഇനി എല്ലാവരും വിശ്വസിച്ചോളും. കാരണം തെളിവായി നിങ്ങൾ തന്നെ നേരിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കിനി എളുപ്പത്തിൽ ഈ കേസിൽ നിന്ന് മൂരാം എന്നും പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്നും പോകാൻ തുടങ്ങുകയാണ്. അത് കണ്ട് അവരെല്ലാവരും ചേർന്ന് ഗോവിന്ദനെ വട്ടം പിടിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് കാലിലും കയ്യിലുമെല്ലാം മുറുക്കെ പിടിക്കുന്നുമുണ്ട്. എന്നാൽ ഗോവിന്ദനാണെങ്കിൽ സർവ്വശക്തിയും എടുത്ത് അവരുടെ അടുത്ത് നിന്നും പോകാൻ ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയും മുന്തും തള്ളുമൊക്കെയായി. അവസാനം ആ പിടിവലിക്കിടയിൽ സരസ്വതിയുടെ കൈകൊണ്ട് ഗോവിന്ദൻ മരണപ്പെടുകയാണ്. അത് കണ്ട് അവരെല്ലാവരെയും ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. അതേസമയം പുറത്തേക്ക് പോയിരുന്ന ശശി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ശശി എല്ലാവരും ചേർന്ന് ഗോവിന്ദനെ കൊലപ്പെടുത്തിയ കാര്യം അറിയുന്നത്. അതേസമയം ഗോവിന്ദന്റെ മരുമകൻ സുഭാഷ് തന്റെ അമ്മാവനെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ ഗോവിന്ദൻ സുഭാഷിന് കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഗോവിന്ദൻ പോകാറുള്ള എല്ലായിടത്തും സുഭാഷ് പോയി നോക്കിയെങ്കിലും ഗോവിന്ദനെ ആണെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അതേസമയം ശശിയാണെങ്കിൽ ഗോവിന്ദന്റെ ശരീരം വീട്ടിൽ നിന്നും ഒഴിവാക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയായിരുന്നു. ശശി തന്റെ അളിയൻ ഗോപനോട് നമുക്ക് ഈ പറമ്പിലെ വാഴക്കുലകളെല്ലാം വെട്ടി ചാക്കിലാക്കാം, ആ കൂടെ ഒരു ചാക്കിൽ ഗോവിന്ദനെയും കയറ്റാം. ആ സമയം നീ എവിടെയെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചുകൊണ്ടുവാ. ഗോപൻ വണ്ടി വിളിക്കാനായി പോകാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ വീടിന് മുന്നിലുള്ള ഗേറ്റിൽ സുഭാഷ് വന്ന് നിൽക്കുന്നതായി
കാണുന്നത്. സുഭാഷ് ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത് തന്റെ മാമനായ ഗോവിന്ദനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് രാവിലെ ഗോവിന്ദനും സുഭാഷും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് എന്നും പറഞ്ഞ് ഗോവിന്ദൻ ശശിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് സുഭാഷ് അവസാനമായി കണ്ടത്. അതിനാൽ സുഭാഷ് ശശിയോടും ഗോപനോടും തന്റെ അമ്മാവിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ ശശിയുടെയും ഗോപന്റെയും സംസാരത്തിൽ നിന്നും അവരെന്തൊക്കെയോ മറക്കുന്നുണ്ടെന്നുള്ള കാര്യം സുഭാഷിന് മനസ്സിലായി. അങ്ങനെ ഗോപൻ വാഴക്കൊലയും പിന്നെ അവർ ചെയ്ത കൊലയും കയറ്റിക്കൊണ്ടു പോകുന്നതിനായി ഒരു പെട്ടിയോട്ടോ അന്വേഷിച്ച് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴാണ് ഗോപൻ ഒരു കാര്യം അറിയുന്നത്. ഡ്രൈവർമാരെല്ലാം അന്ന് പണിമുടക്കിലായിരുന്നു. അതായത് കസ്റ്റമറെ വിശ്വസിച്ച് ആ സ്റ്റാൻഡിൽ ഒരു ഓട്ടോക്കാരൻ ലോഡ് കയറ്റി. എന്നാൽ ലോഡ് കയറ്റിയവർ ലോഡിന്റെ കൂടെ കുറെ കഞ്ചാവും കൂടെ കയറ്റി. ആ വണ്ടിയുടെ ഡ്രൈവർ ഇപ്പോൾ ജയിലിലാണ്. അതിന്റെ പേരിൽ ഇന്ന് ഹർത്താലാണ്. അങ്ങനെ കുറെ നേരം അന്വേഷിച്ചതിന് ശേഷം ഗോപൻ ഒരു പെട്ടിയോട്ടോ സംഘടിപ്പിക്കുകയാണ്. ആ പെട്ടിയോട്ടോയുടെ ഡ്രൈവർ ആണെങ്കിൽ ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ ഗോപനോട് വണ്ടിയിൽ ലോഡ് കയറ്റുന്നതിന് മുമ്പ് ലോഡ് എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റൂ. അത് കേട്ട് ഗോപന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ലോഡ് കയറ്റിയതിന്റെ കൂടെ കഞ്ചാവ് കയറ്റിയതിന്റെ പേരിൽ ഇപ്പോൾ ഒരാൾ ജയിലിലാണല്ലോ. അതിനാലാണ് ലോഡ് എന്താണെന്ന് കാണണമെന്ന് അവർ പറഞ്ഞത്. പെട്ടിയോട്ടോയുടെ ഡ്രൈവർ ചേച്ചി ഓരോ ചാക്കും അഴിച്ചഴിച്ചു നോക്കിയതിനാൽ തന്നെ അവർക്ക് ഗോവിന്ദന്റെ ശരീരം വണ്ടിയിൽ കയറ്റാൻ കഴിഞ്ഞതുമില്ല. എന്തായാലും പറമ്പിൽ നിന്നും വെട്ടിയ കൊലകളുമായി വണ്ടി അവിടെ നിന്നും പോവുകയും ചെയ്തു. അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാത്തതിനാൽ ശശി ഒരു സ്കൂട്ടി സംഘടിപ്പിച്ച് ഗോവിന്ദനെ കയറ്റിയ ചാക്കുകെട്ടും എടുത്ത് മുമ്പിൽ വെച്ച് അജയെയും കൂട്ടി ആ ബോഡി എവിടെയെങ്കിലും കളയാനായി പോവുകയാണ്. ആ നാട് മുഴുവനും കുറെ അന്വേഷിച്ചെങ്കിലും ആ ബോഡി കളയാൻ പറ്റിയ ഒരു സ്ഥലം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ അവസാനം അവർ ആ ചാക്കുകെട്ടുമായി ചെന്നുപെട്ടത് സുഭാഷിന്റെ മുന്നിലാണ്. അതിനാൽ അവർക്ക് ആ ബോഡി അവിടെ കളയാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ ശശി ഗോവിന്ദന്റെ ബോഡിയുമായി തിരികെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. സുഭാഷിനാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നിയതിനാൽ അവരെ എല്ലാവരും വാച്ച് ചെയ്യാനും തുടങ്ങിയിരുന്നു. ശശിയുടെ കുടുംബക്കാരെല്ലാവരും ആ ബോഡി എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള പല വഴികളും തേടുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അങ്ങനെ ബോഡി കളയാനുള്ള സ്ഥലം അന്വേഷിച്ച് രാത്രിയായി. ശശിയുടെ കുടുംബക്കാരെല്ലാവരും ശശിയോട് നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ബോഡി എവിടേക്കെങ്കിലും മാറ്റാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, സുഭാഷ് തന്നെയായിരുന്നു ആ വന്നതും. തന്റെ മാമൻ അവസാനമായി ഈ വീട്ടിലേക്ക് വരുന്നത് കണ്ട സുഭാഷ് ഇന്ന് ആ വീടിന് മുമ്പിൽ കാവൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതിനു വേണ്ടിയാണ് സുഭാഷ് ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത്. ഈ സുഭാഷിന്റെ വീട് അവരുടെ വീടിന്റെ തൊട്ട അയൽവക്കത്ത് തന്നെ ആയിരുന്നതിനാൽ സുഭാഷിന് തന്റെ വീട്ടിലിരുന്നാൽ ഈ വീടിന് വെളിയിൽ നടക്കുന്ന സകല കാര്യങ്ങളും കാണാൻ കഴിയുമായിരുന്നു. അതോടെ അവർക്കൊരു കാര്യം കൂടി ഉറപ്പായി, ഗോവിന്ദന്റെ ബോഡി രാത്രി എന്നല്ല പകല് പോലും പുറത്തിറക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം. ഇതെല്ലാം കണ്ട് ടെൻഷൻ മൂത്ത ശശിയുടെ മൂത്ത അളിയൻ അശോകൻ താൻ ഉടുത്തിരുന്ന മുണ്ടും ഫാനിൽ കെട്ടിത്തൂക്കി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കറക്റ്റ് സമയത്ത് എല്ലാവരും കണ്ടതിനാൽ അശോകേട്ടനെ അവരെല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ അവസാനം ശശി ഒരു പുതിയ ഐഡിയ കണ്ടെത്തുകയാണ്. ഈ സുഭാഷിനെ പോലെ തന്നെ കഴിഞ്ഞ ഭാഗത്തിലും ശശിയുടെ പുറകെ നടന്ന് പണി കൊടുക്കാൻ ശ്രമിച്ച വേറെ ഒരു സുഭാഷ് ഉണ്ട്. ആ സുഭാഷ് ശശിയുടെ നാട്ടിലാണുള്ളത്. ശശിയുടെ ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു ആ സുഭാഷ്. അതെ, ഇവിടെയുള്ള സുഭാഷിന് പണി കൊടുക്കാനായി നാട്ടിലുള്ള തന്റെ കൂട്ടുകാരൻ സുഭാഷിനെ കൊണ്ടുവരികയാണ് ശശി. പേര് പോലെ തന്നെ രണ്ടുപേരുടെ സ്വഭാവവും ഒരുപോലെ തന്നെയായിരുന്നു. അതിനാലാണ് ശശി തന്റെ കൂട്ടുകാരൻ സുഭാഷിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതും. ശശി തന്റെ കൂട്ടുകാരൻ സുഭാഷിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്നും അതിനു പകരമായി എന്ത് വേണമെങ്കിലും തരാമെന്നും പറയുന്നു. ശശി ശരിക്കും അവരുടെ നാട്ടിലെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണല്ലോ. അതിനാൽ സുഭാഷ് ശശിയോട് അമ്പല കമ്മിറ്റിയിലെ പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്നു. ഓൾറെഡി ആ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കാനിരുന്ന ശശി അതിന് ഡബിൾ ഓക്കെ പറയുകയും ചെയ്തു. അതേസമയം രുക്മിണിയമ്മയുടെ വീട്ടിലേക്ക് ഗോവിന്ദന്റെ രണ്ടു കൂട്ടുകാർ വരികയാണ്. അവരും ഗോവിന്ദന്റെ ഭരതൻ നായരുടെയും കൂടെ ആ അമ്പല കമ്മിറ്റിയിലുള്ളവർ തന്നെയായിരുന്നു. അവരിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഭരതൻ നായരുടെ പേരിൽ ഒരു അനുശോചന യോഗം നടത്തുന്നതിനെ കുറിച്ച് പറയുന്നതിനു വേണ്ടിയായിരുന്നു. അവരുടെ കൂടെയാണെങ്കിൽ ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷും ഉണ്ടായിരുന്നു. സുഭാഷ് പക്ഷെ ആ വീട്ടിലേക്ക് വന്നത് തന്റെ അമ്മാവൻ ഗോവിന്ദനെ കുറിച്ചുള്ള എന്തെങ്കിലും തെളിവ് അവിടെ നിന്ന് കിട്ടുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു. അതിനാൽ തന്നെ സുഭാഷ് ആ വീടിനകം മുഴുവനും നല്ലതുപോലെ പരിശോധിക്കുന്നുമുണ്ട്. എന്നാൽ സുഭാഷിന് അവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടിയതുമില്ല. കാരണം ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷ് ഇവിടേക്ക് ഉടനെ തന്നെ വരുമെന്ന് ശശിയുടെ കൂട്ടുകാരൻ സുഭാഷ് പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഗോവിന്ദന്റെ ഡെഡ് ബോഡി അവരവിടെ ഉണ്ടായിരുന്ന കിണറിനുള്ളിൽ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. മാത്രവുമല്ല മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞതിനാൽ തന്നെ ബോഡിയിൽ നിന്നും മണം വരാനും തുടങ്ങിയിരുന്നു. അതാർക്കും മനസ്സിലാകാതിരിക്കുന്നതിനായി സരസ്വതി അമ്മ കുന്തിരിക്കം വെച്ച് അവിടെയെല്ലാം പുകയ്ക്കുന്നുമുണ്ടായിരുന്നു. അവിടെ നിന്നും ഗോവിന്ദൻ അമ്മാവനെ കുറിച്ചുള്ള തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിലും സുഭാഷ് തന്റെ കൂടെ വന്ന കമ്മിറ്റി അംഗങ്ങളോട് ഈ വീട്ടിൽ എന്തോ ദുരൂഹതയുണ്ട്,
എന്റെ അമ്മാവൻ ഗോവിന്ദൻ അവസാനമായി ഈ വീട്ടിലേക്കാണ് വന്നത്. അമ്മാവന്റെ ഫോണിലെ കോൾ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴും അമ്മാവൻ അവസാനമായി വിളിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന രുക്മിണിയമ്മയാണ്. അതെല്ലാം കേട്ട് സംശയം തോന്നിയ അവർ തങ്ങളുടെ കൂടെ കമ്മിറ്റി അംഗത്തിലുള്ള മറ്റൊരു കൂട്ടുകാരന്റെ അടുത്തേക്ക് വരികയാണ്. ഇവരെല്ലാവരും ഗോവിന്ദൻ പറഞ്ഞതനുസരിച്ച് ആ കേസിൽ നിന്ന് മൂരുന്നതിനായി 50 ലക്ഷം രൂപ ഗോവിന്ദനെ ഏൽപ്പിച്ചിരുന്നു. ആ 50 ലക്ഷം രൂപയുമായി ഗോവിന്ദൻ മുങ്ങിയെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നതും. അതേസമയം ശശിയുടെ കൂട്ടുകാരൻ സുഭാഷ് അവരോടെല്ലാം പറയുകയാണ്, എന്തായാലും അനന്തരവൻ സുഭാഷ് ഇപ്പോൾ ഗോവിന്ദനെ കാണാനില്ല എന്നുള്ള വാർത്ത എല്ലാവരെയും അറിയിക്കാൻ തുടങ്ങിയിരിക്കും. അതിനാൽ മുന്നോട്ടുള്ള ഓരോ ചുവടും ഇനി സൂക്ഷിച്ചു വേണം വെക്കാൻ. കൂട്ടുകാരൻ സുഭാഷ് പറഞ്ഞതുപോലെ തന്നെ അനന്തരവൻ സുഭാഷ് ഇവിടെ പണി തുടങ്ങിയിരുന്നു. അതായത് അനന്തരവൻ സുഭാഷ് ഇവിടെ ഗോവിന്ദനെ കാണാനില്ല എന്ന പേരിൽ പോസ്റ്റർ അച്ചടിച്ചു കവലയിൽ മുഴുവൻ കൊണ്ടുപോയി ഒട്ടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗോവിന്ദനെ കാണാനില്ല എന്നുള്ള ഒരു പോസ്റ്റർ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും ചെയ്തു. അതിനുശേഷം വീട്ടിലെത്തിയ അനന്തരവൻ സുഭാഷ് കുളിക്കാനായി ബാത്റൂമിനുള്ളിലേക്ക് കയറിയതും എന്തോ കണ്ട് പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. അതായത് സുഭാഷിന്റെ കുളിമുറിയിൽ ഗോവിന്ദന്റെ ഡെഡ് ബോഡി ഇരിപ്പുണ്ടായിരുന്നു. അതേസമയം തന്നെ സുഭാഷിന്റെ വീട്ടിലെ കോളിംഗ് ബെല്ലും അടിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോഴതാ അമ്പല കമ്മിറ്റിയിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ വന്നത് ഗോവിന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് കവലയിലെല്ലാം ആരോ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയായിരുന്നു. അത് കേട്ട് സുഭാഷ് ആണെങ്കിൽ അമ്മാവൻ എവിടേക്കെങ്കിലും പോയതായിരിക്കും, പോയ കാര്യം നടന്നു കഴിയുമ്പോൾ തിരികെ വന്നോളും എന്നും പറഞ്ഞ് ആ കമ്മിറ്റി അംഗത്തെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം സുഭാഷ് ഗോവിന്ദന്റെ ഡെഡ് ബോഡി ചാക്കിൽ കെട്ടി തന്റെ വീടിന്റെ മച്ചിൻപുറത്ത് വെക്കുകയാണ്. ഇത്രയൊക്കെ കുരുട്ടുബുദ്ധി ഉണ്ടായിട്ടും അവൻ എന്ത് ചെയ്യണമെന്നൊരു എത്തുംപിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് താൻ ഇതിനു മുമ്പ് നടത്തിയ ക്രീമിന്റെ ബിസിനസ്സിൽ മുഖം മുഴുവനും പാണ്ടായ SI പാർത്ഥന്റെ കയ്യിൽ നിന്നും ഇടി കിട്ടിയ കാര്യം ഓർമ്മ വന്നത്. അതിനാൽ തന്നെ തൽക്കാലം പോലീസിൽ അറിയിക്കേണ്ട എന്ന് സുഭാഷ് തീരുമാനിച്ചു. അതേസമയം സീൻ കട്ടായി ആ 3 കമ്മിറ്റി അംഗങ്ങളെയും കാണിക്കുകയാണ്. അവരെ ഇപ്പോഴാണെങ്കിൽ ആര്യങ്കാവ് ക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ മോഹൻദാസ് വിളിക്കുകയാണ്. അതിനവർ മോഹൻദാസിനോട് ആ ഗോവിന്ദനെ ആണെങ്കിൽ ഇപ്പോൾ കാണാനില്ല, നിങ്ങൾക്ക് തരാനുള്ള 1.5 കോടിയിൽ 50 ലക്ഷം രൂപ ഞങ്ങൾ അവനെ ഏൽപ്പിച്ചിരുന്നു. അത് കേട്ട മോഹൻദാസ്, നിങ്ങൾ 1.5 കോടി രൂപ ഒപ്പിക്കുകയോ ഒപ്പിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഞാൻ പറഞ്ഞ 30 ലക്ഷം രൂപ എനിക്ക് ഉടനെ തന്നെ കിട്ടണം. അത് തന്നാൽ ഈ കാര്യങ്ങളൊന്നും പുറത്താരും അറിയുകയുമില്ല. അത് കേട്ടതും ആ 3 പേരും ഞെട്ടിപ്പോയി. കാരണം ഗോവിന്ദൻ അവരോട് മോഹൻദാസ് 1.5 കോടി രൂപയാണ് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല അതിൽ 50 ലക്ഷം രൂപ അവരെല്ലാവരും കൂടി ഗോവിന്ദനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ ഗോവിന്ദനെ ആണെങ്കിൽ ഇപ്പോൾ കാണാനുമില്ല. അതോടുകൂടി തന്നെ ആ 50 ലക്ഷം രൂപയുമായി ഗോവിന്ദൻ മുങ്ങിയെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ നേരെ ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷിന്റെ അടുത്തേക്ക് വരികയാണ്. കാരണം ഗോവിന്ദന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ഈ സുഭാഷ് ആയിരുന്നല്ലോ. അവർ സുഭാഷിന്റെ അടുത്ത് വന്നിട്ട് സുഭാഷിനോട്, നിന്റെ അമ്മാവൻ ഗോവിന്ദൻ ഞങ്ങളുടെ 50 ലക്ഷം രൂപ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ സുഭാഷിന് ആ പൈസ എവിടെയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. എങ്കിലും ആ വീടിനകത്ത് കയറി തപ്പി നോക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അത് മനസ്സിലാക്കിയ സുഭാഷ് ആണെങ്കിൽ വേഗം തന്നെ തന്റെ വീടിന്റെ ഡോർ അടച്ചതിനു ശേഷം അമ്മാവൻ ഇവിടേക്ക് വന്നിട്ടില്ലെന്നും അമ്മാവൻ ഇവിടെ പൈസയൊന്നും തന്നിട്ടില്ല എന്നും അവരോട് പറയുന്നു. അത് കേട്ട് അവർ സുഭാഷിനോട്, നീ നിന്റെ അമ്മാവനെ ഇപ്പോഴും വിശ്വസിക്കുകയാണോ? നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല നിന്റെ അമ്മാവൻ ഗോവിന്ദൻ. സത്യം പറഞ്ഞാൽ അവൻ നിന്നെയും പറ്റിക്കുകയായിരുന്നു. നീ സൂപ്പർ മാർക്കറ്റ് പണിയാനായി ഒരു സ്ഥലം വാങ്ങിയിട്ടില്ലേ, അത് ശരിക്കും വിൽക്കാതെ കിടന്ന ഗോവിന്ദന്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. അതാണ് നൈസായിട്ട് നിന്റെ തലയിൽ കെട്ടിവെച്ചതും. അതെല്ലാം കേട്ട് സുഭാഷ് ആകെ തകർന്നു പോവുകയാണ്. കാരണം ഒരമ്മാവനായിട്ടായിരുന്നില്ല, സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് സുഭാഷ് ഗോവിന്ദനെ കണ്ടിരുന്നതും. അതേസമയം മച്ചിന്റെ പുറത്തുണ്ടായിരുന്ന ഗോവിന്ദന്റെ ഡെഡ് ബോഡിയുടെ മണം വീടിനുള്ളിലേക്കും വരാൻ തുടങ്ങിയിരുന്നു. അതിനാൽ സുഭാഷ് തന്റെ വീട്ടിലുണ്ടായിരുന്ന സാമ്പ്രാണിത്തിരി എല്ലാം കത്തിച്ചു പുകയ്ക്കുകയാണ്. അപ്പോഴാണ് സുഭാഷിന് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് കഴിഞ്ഞ ദിവസം രുക്മിണിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ സരസ്വതി അമ്മ അവിടെ വീട്ടിനുള്ളിൽ കുന്തിരിക്കുമെല്ലാം പുകയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് ഡെഡ് ബോഡിയുടെ മണം പുറത്തറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് സരസ്വതി അമ്മ അന്ന് പുകച്ചതെന്നുള്ള കാര്യം സുഭാഷ് മനസ്സിലാക്കുന്നു. അങ്ങനെ സുഭാഷ് നേരെ രുക്മിണിയമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് തനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി എന്നുള്ള കാര്യം സുഭാഷ് അവരോട് പറയുന്നു. അതായത് താൻ അന്ന് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഗോവിന്ദന്റെ ഡെഡ് ബോഡി കിണറിനുള്ളിൽ കെട്ടി തൂക്കിയിട്ട കാര്യവും ആ ഡെഡ് ബോഡിയുടെ മണം കിട്ടാതിരിക്കാൻ സരസ്വതി അമ്മ കുന്തിരിക്കം പുകച്ചതും ഇപ്പോൾ തന്റെ ബാത്റൂമിൽ ഗോവിന്ദന്റെ ഡെഡ് ബോഡി കൊണ്ടുവച്ചതുമെല്ലാം സുഭാഷ് അവരോട് പറയുന്നു. അത് കേട്ട ശശിയുടെ കൂട്ടുകാരൻ സുഭാഷ് ഇനി എങ്ങനെയെങ്കിലും ആ ഡെഡ് ബോഡി പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ പോസ്റ്റ്മോർട്ടം ചെയ്യും, പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇത് കൊലപാതകമാണെന്നും എത്ര പേർ കൂടെ ഉണ്ടായിരുന്നു എന്നെല്ലാം മനസ്സിലാകും. അതിനാൽ നമ്മളെല്ലാവരും ഇനി ഒരുമിച്ച് നിന്ന് വേണം മുന്നോട്ട് പോകാൻ. അതായത് ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷിനെയും അവരുടെ കൂടെ കൂട്ടാൻ അവർ തീരുമാനിച്ചു.
തീരുമാനിച്ചു. അങ്ങനെ ഇനി ആ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് അവരെല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. ഗോവിന്ദനെ കാണാനില്ല എന്നുള്ള പോസ്റ്റർ അവിടെ മുഴുവനും ഒട്ടിച്ചതിനാൽ തന്നെ നാട്ടുകാരെല്ലാവരും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്തു. അതിനാൽ തന്നെ ഡെഡ് ബോഡി പബ്ലിക്കായി കൊണ്ടുപോകാനും കഴിയില്ല. അതേസമയം സീൻ കട്ടായി SI പാർത്ഥനെ കാണിക്കുകയാണ്. SI പാർത്ഥൻ ഇപ്പോൾ കവലയിൽ വന്നിരിക്കുകയാണ്. അതായത് ഗോവിന്ദനെ കാണാനില്ല എന്നുള്ള വാർത്ത പോലീസ് സ്റ്റേഷനിലും അറിഞ്ഞിരുന്നു. SI പാർത്ഥൻ നേരെ പോയത് ഗോവിന്ദന്റെ വീട്ടിലേക്കായിരുന്നു. ഗോവിന്ദന്റെ വീട്ടിലാണെങ്കിൽ ഗോവിന്ദന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോവിന്ദന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഗോവിന്ദനെ കാണാതെ പോയതിൽ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. കാരണം ഗോവിന്ദൻ തന്റെ വീട്ടിലുള്ള പട്ടിയേക്കാൾ താഴെയാണല്ലോ ഭാര്യയെ കണ്ടിരുന്നതും. അതിനാൽ തന്നെ ഗോവിന്ദനെ കാണാനില്ല എന്നുള്ള കംപ്ലൈന്റ് ഒന്നും ഞങ്ങൾ തന്നിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഗോവിന്ദന്റെ ഭാര്യ പോലീസുകാരോട് സംസാരിച്ചതും. അതേസമയം ശശിയും ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷും ഇറച്ചിവെട്ടുകാരൻ ഈപ്പനെ കാണാൻ വന്നതായി കാണിക്കുന്നു. ഞങ്ങൾക്കൊരു വലിയ കോള് കിട്ടിയിട്ടുണ്ട്, ഈപ്പൻ ഒന്ന് വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് ഈപ്പനെയും കൂട്ടി അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഇറച്ചി വെട്ടാനാണ് എന്നും കരുതിയാണ് ഈപ്പൻ അവരുടെ കൂടെ വന്നതും. എന്നാൽ അവിടെ അതാ മരിച്ചു കിടക്കുന്ന ഗോവിന്ദനെ കാണുന്നു. അത് കണ്ട ഈപ്പനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പേടിക്കുകയും ചെയ്തു. ശരിക്കും അവരുടെ പ്ലാൻ എന്തെന്നാൽ ഗോവിന്ദന്റെ ഡെഡ് ബോഡി ഓരോരോ പീസുകളായി മുറിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുക എന്നതായിരുന്നു. അത് കേട്ട ഈപ്പനാണെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് ഇതിനെല്ലാം നല്ല പേടിയാണ് എന്ന് പറയുമ്പോഴാണ് ഗോവിന്ദൻ തന്നോട് ചെയ്ത ക്രൂരത ഈപ്പൻ ഓർമ്മ വരുന്നത്. അതായത് തന്റെ മകളെ വെളിയിലേക്ക് പോകാൻ സഹായിച്ചത് ഈ ഗോവിന്ദനാണെങ്കിലും അതിന്റെ പേരിൽ തന്റെ കയ്യിൽ നിന്നും ധാരാളം രൂപ ഈ ഗോവിന്ദൻ തട്ടിയിരുന്നു. പൈസ പോയതിലായിരുന്നില്ല ഈപ്പന്റെ സങ്കടം. തന്റെ മകൾ പുറത്തേക്ക് പോയി 3-4 ആഴ്ചയായിട്ടും ഇതുവരെ ഒരു ഫോൺ പോലും ചെയ്തിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പോയി കേസ് കൊടുക്കാൻ പറഞ്ഞ് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. അതെല്ലാം ഓർമ്മ വന്ന ഈപ്പന് ഗോവിന്ദനോടുള്ള ദേഷ്യം കൂടുകയും ഇത് താൻ തന്നെ ചെയ്തോളാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈപ്പൻ ഗോവിന്ദനെ പല കഷ്ണങ്ങളായി വെട്ടിമുറിക്കുകയും ചെയ്തു. ഇതെല്ലാം ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നതും. മാത്രവുമല്ല മോഹിനീശ്വരി ദേവി ക്ഷേത്രത്തിലെ കവറിലാണ് അതെല്ലാം നിറച്ചിരിക്കുന്നതും. അങ്ങനെ ഈ 2 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി അവർ തിരിയുകയും അതിൽ ഓരോരോ കവറുമായി അവർ പല വഴിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാ കവറുകളും അവർ വിജയകരമായി ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. അതായത് രുക്മിണിയമ്മയുടെ മകൻ അരുണും ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷുമാണ് ഒരു ടീമായി പോയത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന 2 കവറിൽ ഒരെണ്ണം മിസ്സായിരിക്കുകയാണ്. ആ കവർ മിസ്സായിരിക്കുന്നത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ്. ഇതിലെ പ്രശ്നം എന്തെന്നാൽ ഗോവിന്ദനെ കുറിച്ച് അന്വേഷിച്ച് അമ്പല കമ്മിറ്റിക്കാരുടെ അടുത്തേക്ക് ചെന്ന SI പാർത്ഥനോട് അമ്പല കമ്മിറ്റിക്കാരെല്ലാവരും ഗോവിന്ദന്റെ അനന്തരവൻ സുഭാഷിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഗോവിന്ദന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഈ സുഭാഷ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഓൾറെഡി ഈ സുഭാഷിനോട് നല്ല കലിപ്പുണ്ടായിരുന്ന SI പാർത്ഥൻ ഇപ്പോൾ സുഭാഷിന്റെ വീട് സെർച്ച് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സുഭാഷിന്റെ വീട്ടിൽ തന്നെയാണ് മിസ്സായ കവറും ഇരിക്കുന്നത്. അതറിഞ്ഞ ശശിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും സുഭാഷിന്റെ വീട് വേഗം ക്ലീൻ ചെയ്യണമെന്നും ആ മിസ്സായ കവർ എത്രയും വേഗം കണ്ടെത്തണമെന്നും പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് വേഗം സുഭാഷിന്റെ വീട് കഴുകി തുടച്ചിടുകയും ഒപ്പം ആ കവർ കണ്ടെത്തുകയും ചെയ്തു. പോലീസുകാർ സുഭാഷിന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ശശിയും വീട്ടുകാരും സുഭാഷിന്റെ വീടും പൂട്ടി സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നിരുന്നു. സുഭാഷിന്റെ വീട്ടിലെത്തിയ SI പാർത്ഥൻ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഗോവിന്ദന്റെ വീട്ടിലുള്ള സിംബ എന്ന പട്ടിയത ശശിയുടെ ഒക്കെ വീടിനടുത്തേക്ക് പോയി അവിടെ നിന്നും കുരയ്ക്കുന്നു. ഈ ഗോവിന്ദന്റെ പട്ടിയായ സിംബയെ ഗോവിന്ദന്റെ വീട്ടിൽ തെളിവെടുപ്പിനായി പോയപ്പോൾ SI പാർത്ഥൻ ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ തന്നെ എന്തൊക്കെയോ സംശയം തോന്നിയ SI പാർത്ഥൻ ശശിയുടെ വീട്ടിലേക്ക് വരികയാണ്. അതുകണ്ട് എല്ലാവരും പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. കാരണം അരുണിന്റെയും സുഭാഷിന്റെയും കയ്യിൽ നിന്നും മിസ്സായ കവർ ശശിയുടെ ഇളയ അനിയൻ അജയ് ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം അവിടെ നിന്നിരുന്ന ഇറച്ചിവെട്ടുകാരൻ ഈപ്പന് ഒരു ഫോൺ കോൾ വരികയാണ്. ഈപ്പനെ വിളിച്ചത് ഈപ്പന്റെ മകൾ തന്നെയായിരുന്നു. മകൾ ഈപ്പനോട് അച്ഛ എന്നോട് ദേഷ്യപ്പെടരുത്, ഈ ഒരാഴ്ചയായിട്ട് ഞാൻ വിളിക്കാതിരുന്നത് ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയം എന്റെ ബാഗും ഒരു പഞ്ചാബിയുടെ ബാഗും തമ്മിൽ മാറിപ്പോയി, അതിനാലാണ് എനിക്ക് വിളിക്കാൻ കഴിയാതിരുന്നതും. ഇപ്പോഴാണ് എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയത്. ആ ഗോവിന്ദൻ അങ്കിളിനോട് ഒരു നന്ദി പറഞ്ഞേക്കണേ, ഇവിടെയുള്ള ആളുകൾ എല്ലാവരും വളരെ നല്ലവരാണ്. അതെല്ലാം കേട്ട് ഈപ്പൻ ഷോക്കായി നിന്നുപോയി. കാരണം തന്നെ ഗോവിന്ദൻ ചതിച്ചുവെന്ന് കരുതിയാണ് ഈപ്പൻ ഇതിനെല്ലാം കൂട്ടി നിന്നതും. അങ്ങനെ ഈപ്പൻ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് SI പാർത്ഥൻ ഈപ്പനോട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അത് കേട്ട ഈപ്പൻ ഞാൻ ഈ വീട്ടിലേക്ക് ഇറച്ചി കൊടുക്കാൻ വന്നതാണെന്നും ഞാൻ ഇറച്ചിക്കടക്കാരനാണെന്നും പറയുന്നത്. ഈപ്പനെ സംശയമൊന്നും തോന്നാതിരുന്ന പോലീസുകാർ ഈപ്പനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. എന്നിട്ട് SI പാർത്ഥൻ അവരോട് ഗോവിന്ദനെ കാണാനില്ലെന്നുള്ള കാര്യവും ഗോവിന്ദനെ കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്നും നിങ്ങളെല്ലാവരെയും കണ്ടിട്ട് വളരെ നല്ലൊരു ഫാമിലി ആയിട്ട് തോന്നുന്നുണ്ടെന്നും എന്നാൽ
അന്വേഷണത്തിന്റെ ഭാഗമായി എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്നും പറയുന്നു. അങ്ങനെ പോലീസുകാരും പാർത്ഥനുമെല്ലാം ആ വീട് പരിശോധിക്കുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് ശശിയെയും വീട്ടുകാരെയും വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് അജയ് അവരോട് പേടിക്കാനൊന്നുമില്ലെന്നും ആ കവറിലുണ്ടായിരുന്ന ഇറച്ചി താൻ കുക്കറിലിട്ട് വേവിച്ചെന്നുള്ള കാര്യം അവരോട് പറയുന്നത്. അത് കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതേസമയം ശശി SI പാർത്ഥനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗോവിന്ദനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഈ ഗോവിന്ദനാണെങ്കിൽ ഒരു 5-6 പേരെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തിയിട്ട് ഇവിടെ ഒരു അമ്പലം തുടങ്ങി, അതായത് ഇവിടുത്തെ ഈ ആര്യങ്കാവ് ക്ഷേത്രം. എന്നിട്ട് അതിലൂടെ കിട്ടുന്ന കാശെല്ലാം അവർ ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്റെ അച്ഛൻ ഉൾപ്പെടെ 2-3 പേർ കൂടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ഈ ഗോവിന്ദൻ പറ്റിക്കുകയായിരുന്നു. അതറിഞ്ഞ പാർത്ഥൻ ആ അമ്പല കമ്മിറ്റി അംഗങ്ങളെ എല്ലാം പോയി കണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങൾ 50 ലക്ഷം രൂപ ഗോവിന്ദന് കൊടുത്ത കാര്യവും പറയുന്നു. അതായത് SI പാർത്ഥനും ഇപ്പോൾ ഗോവിന്ദൻ ആ 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതേസമയം ശശിയുടെ വീട് കാണിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെങ്കിലും ചെറിയ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും ശശിയുടെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അതായത് തന്റെ രണ്ടാമത്തെ അളിയും ഗോപനാണെങ്കിൽ സ്കൂളിലെ ജോലിക്ക് 30 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നുള്ള ഫോൺ കോൾ വന്നിരിക്കുകയാണ്. പൈസ കൊടുത്തില്ല എങ്കിൽ ആ ജോലി വേറെ ആർക്കെങ്കിലും പോവുകയും ചെയ്യും. അടുത്ത ദിവസം ശശിയുടെ അച്ഛൻ ഭരതൻ നായരുടെ ബലിയിടൽ ചടങ്ങിനായി ശശിയും കുടുംബാംഗങ്ങളും എല്ലാം പോവുകയാണ്. ബലിയിടൽ കർമ്മമെല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്തു. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു വന്ന ശശി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കവർ എടുത്ത് ഗോപന് കൊടുക്കുകയാണ്. ആ കവറിനകത്തായിരുന്നെങ്കിൽ നിറയെ പണമായിരുന്നു. അതായത് ഒരു 50 ലക്ഷം രൂപയുണ്ടായിരുന്നു ആ കവറിനകത്ത്. ശശി ഗോപനോട് ഈ പൈസ കൊണ്ട് കൊടുത്ത് നിന്റെ ജോലിയുടെ കാര്യം റെഡിയാക്കാൻ പറയുകയാണ്. ശശിക്ക് എങ്ങനെയാണ് ഇത്രയധികം പൈസ കിട്ടിയതെന്നല്ലേ? ഗോവിന്ദൻ ശശിയോട് തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൈക്കൂലിയെല്ലാം ആര്യൻകാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം വഴിയാണ് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഗോവിന്ദന് തന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും കിട്ടിയ 50 ലക്ഷം രൂപ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ആര്യൻകാവ് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തന്നെയാണ്. അത് മനസ്സിലാക്കിയ ശശി ഗോവിന്ദന്റെ മരുമകൻ സുഭാഷിനെയും കൂട്ടി രാത്രിയിൽ ആര്യൻകാവ് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറക്കുകയും ചെയ്തു. അതായത് ഗോവിന്ദന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് ഗോവിന്ദന്റെ മരുമകൻ സുഭാഷ് ആയിരുന്നല്ലോ. ഈ സുഭാഷിന്റെ കയ്യിലും ആര്യൻകാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോൽ ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ നിന്നും കിട്ടിയ 50 ലക്ഷം രൂപ ശശി എടുക്കുകയും ബാക്കി ഉണ്ടായിരുന്ന പൈസ മുഴുവൻ സുഭാഷിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടിയ പൈസയാണ് ഇപ്പോൾ ശശി ഗോപന് കൊടുത്തതും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.